ലോങ്കേവാലയിൽ നിന്നും തിരിച്ചുള്ള വരവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ സാം സാൻഡ് ഡ്യൂൺസ് ആണ്. അവിടെ ഒരു ഡെസേർട്ട് ക്യാമ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചുള്ള വഴിയിൽ സാം സാൻഡ് ഡ്യൂൺസിനൊരു 7 കിലോമീറ്റർ മുന്നേ പ്രധാന പാതയിൽ നിന്നും ഒരു ഡീവിയേഷൻ ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടുണ്ട്. കുറച്ച് സംശയിച്ചിട്ടാണ് ഈ വഴിയെ ഞങ്ങൾ കയറിയത്. കാരണം ഏതോ ഉൾഗ്രാമത്തിലേക്ക് പോകുന്ന വഴി മാതിരി ഉണ്ടായിരുന്നു. എന്നാൽ ഗൂഗിൾ അമ്മച്ചി പ്രതീക്ഷിച്ച പോലെ വഴിയൊന്നും തെറ്റിച്ചില്ല. കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ കൊണ്ടെത്തിച്ചു. ക്യൂൻ ഓഫ് താർ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഡെസേർട്ട് ക്യാമ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. booking.com വഴിയാണ് ഈ ബുക്കിംഗ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നേ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇനി ചെന്നിട്ട് വേണം എന്താണ് ഏതാണെന്നൊക്കെ അന്വേഷിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചെന്നു, ബുക്കിംഗ് ഒക്കെ എടുത്തു. അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തു. ഏകദേശം 3600 രൂപയാണ് ജീപ്പ് സഫാരി ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ളത്. പറയത്തൊക്കെ അങ്ങനെ ലക്ഷറി ഒന്നുമില്ല, അത്യാവശ്യം ബഡ്ജറ്റ് സ്റ്റേ ആണിത്. ഇവിടുത്തെ സാധാരണ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ റേറ്റ് അത്ര മോശമല്ല എന്ന് വേണം കരുതാൻ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസ സ്ഥലം. ഇനി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു ജീപ്പ് സഫാരിയും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈകാതെ ഞങ്ങളുടെ ജീപ്പ് എത്തി. ഒരു പഴയ ധാറാണിത്. 4 പേരാണ് ഈ സഫാരിക്ക് ഞങ്ങൾ മൊത്തത്തിലുള്ളത്. സാം സാൻഡ് ഡ്യൂൺസിലെ സൺസെറ്റൊക്കെ വളരെ ഫേമസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി പോയി കണ്ടു വേണം അറിയാൻ. ഞാനിതുവരെ അങ്ങനെ ഡെസേർട്ടിലെ സൺസെറ്റൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഒന്ന് കണ്ടു കളയുക തന്നെ. ഛർദ്ദിക്കുകയോ തലകറങ്ങുകയോ മറ്റോ ചെയ്യുമോ എന്ന ചെറിയ പേടി എനിക്കില്ലാതെയില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളുടെ സഫാരി മുന്നോട്ട് പോയി. ജയ്സാൽമീറിൽ ജീപ്പ് സഫാരി നടക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് സാം സാൻഡ് ഡ്യൂൺസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുന്നിലും പിന്നിലുമൊക്കെയായി ഇഷ്ടം പോലെ സഫാരി ജീപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളുടെ ജീപ്പിനേക്കാളും നല്ല ഓവർ ക്രൗഡഡ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പോകുന്ന ജീപ്പുകൾ. ഓരോ തവണയായി ട്രിപ്പായി നമ്മളെ അവിടെ സൺസെറ്റ് വ്യൂ പോയിന്റിൽ കൊണ്ടുവിട്ടിട്ട് വീണ്ടും അവർ പോയി അടുത്ത സഫാരിക്കാരെ കൊണ്ടുവരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് ആള് കൂടും തോറും പെർ ഹെഡ് കോസ്റ്റ് കുറയുകയാണ് പതിവ്. ഒരു ജീപ്പിന് ഒറ്റ ട്രിപ്പിനെന്ന റേറ്റിലാണ് പൈസ. എന്തായാലും ഞങ്ങൾക്ക് കോംബോ ആയിട്ട് റൂമിനോടൊപ്പം തന്നെ ജീപ്പ് സഫാരി കിട്ടിയത് കൊണ്ട് അത്ര എക്സ്പെൻസീവ് അല്ലാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റി. ആദ്യത്തെ ഒരു ആവേശത്തിന് ചാടി കയറിയെങ്കിലും ജീപ്പിൽ നിന്നും തെറിച്ചു പോകല്ലേ എന്ന് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അതിലിരിക്കുന്നത്. എന്നാൽ എൻ്റെ മുന്നേ പോയ ജീപ്പിലൊക്കെ കൂളായിട്ട് പെണ്ണുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിന്ന് സമാധാനമായി പോകുന്ന കണ്ടിട്ട് എനിക്ക് എന്നെപ്പറ്റി തന്നെ കുറച്ച് നാണക്കേട് തോന്നാതെ ഇരുന്നില്ല. പിന്നെ ആകെയുള്ള ഒരു സമാധാനം, നല്ല ഉറക്ക രാജസ്ഥാനിയാണോ ഭോജ്പുരിയാണോ എന്നറിയില്ല, ഏതോ ഒരു ലാംഗ്വേജിൽ പാട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ചുപോലൊന്നും പുറത്തുള്ളവർ കേൾക്കില്ല. വീഡിയോ നല്ല ഷേക്ക് ആകുന്നുണ്ട്. കാരണം ജീപ്പ് ഓരോ ജമ്പിങ് ചെയ്യുമ്പോഴും ഞാനും ക്യാമറയും കൂടി ആകാശത്തെത്തി തിരിച്ച് ലാൻഡ് ചെയ്താണ് ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്. എൻ്റെ ബാലൻസ് വളരെ കുറവാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ടും ഇനി ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് മുന്നോട്ട് പോയാൽ ഞാനും മൊബൈലും കൂടി മൂക്കും കുത്തി മണലിൽ കിടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ ക്യാമറ ഒറിജിനൽ വ്ളോഗർക്ക് തന്നെ കൈമാറി. അദ്ദേഹമാകട്ടെ ഇതൊക്കെ എനിക്ക് എന്ത് ചിന്ന കേസെന്ന മാതിരി മൊബൈലും പുച്ചും കുത്തി മണലിൽ കൂടി പിടിച്ച് വീഡിയോ എടുക്കുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒടുവിൽ ഞങ്ങളൊരു പ്ലെയിൻ ഏരിയയിലെത്തി. ഞാൻ വിചാരിച്ചത് ഒരു മരുഭൂമിക്ക് നടുക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ആള് കുറഞ്ഞൊരു സ്ഥലമായിരിക്കും ഈ സൺസെറ്റ് വ്യൂ പോയിന്റ് എന്നാണ്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഉത്സവപ്പറമ്പിനുള്ള ആളുണ്ട് ഇവിടെ. ഞങ്ങളെ കൊണ്ടുവിട്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരികെ പോകുന്നോ അതോ സൺസെറ്റിന് ശേഷമാണോ തിരികെ പോകുന്നത് എന്ന് ഞങ്ങളുടെ ഡ്രൈവർ ചോദിച്ചു. എന്തായാലും വന്ന നിലയ്ക്ക് സൺസെറ്റൊക്കെ കണ്ടിട്ടേ ഉള്ളൂ മടക്കം, നിങ്ങൾ പോയി വേറെ സഫാരി ടീമിനെ കൂട്ടിക്കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞയച്ചു. പുള്ളിക്ക് ഞങ്ങളെ ഈ ട്രിപ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്തായാലും
ഞങ്ങൾ ആ ആഗ്രഹം മടക്കി ഒതുക്കി കയ്യിൽ കൊടുത്തു. ഇവിടെ ATV റൈഡും ക്യാമൽ സഫാരിയും ഒക്കെ ഉണ്ട്. എന്തായാലും സ്വയം ATV ഓടിക്കാൻ കൊടുക്കാത്തത് കൊണ്ട് ATV ഓടിക്കുന്നില്ല എന്ന് നമ്മളുടെ വ്ളോഗർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ATV ഓടിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാനും ആ ഉദ്യമത്തിന് മുതിർന്നില്ല. ഈ ദൂരെ കാണുന്ന വെള്ള കൂടാരങ്ങളൊക്കെ തന്നെ നമ്മളുടേതുപോലെയുള്ള ഡെസേർട്ട് ക്യാമ്പുകൾ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ഹൈ എൻഡ് ആണെന്ന് മാത്രം. അത് സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി നിന്ന് ഒടുവിൽ ചന്ദ്രൻ ഉദിക്കുന്നത് കണ്ടിട്ട് പോകേണ്ടി വന്നു. സൂര്യൻ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതോ മേഘത്തിൻ്റെ പിന്നിൽ കയറി ഒളിച്ചു കളഞ്ഞു. ഇവിടെയാണെങ്കിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുമുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ തിരിച്ചെത്തി ഞങ്ങളെയും പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോവുകയാണ്. തിരിച്ചൊരുപാട് ജീപ്പുകളുണ്ട് കൂടെ. സഫാരി ജീപ്പുകൾ തമ്മിൽ ഒരു ചെറിയ കോമ്പറ്റീഷനൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു. നല്ല ഉറക്ക പാട്ടൊക്കെ ഇട്ട് നല്ല സ്പീഡിലാണ് എല്ലാവരുടെയും യാത്ര. വൈകാതെ ഞങ്ങൾ ക്യാമ്പിൽ തിരിച്ചെത്തി. ചെന്ന് കയറുന്നിടത്ത് തന്നെ തിലകമൊക്കെ ഇട്ട് അതിഥികളെ സ്വീകരിക്കാൻ ഒരു ട്രഡീഷണലി ഡ്രസ്ഡ് ലേഡി നിൽപ്പുണ്ട്. എന്തൊക്കെയോ കൊട്ടും പാട്ടും മേളവും ഒക്കെ കേൾക്കുന്നുണ്ട്. വൈകുന്നേരം എന്തൊക്കെയോ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് എന്ന് വന്ന് കയറിയപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു. വട്ടത്തിൽ സീറ്റിംഗ് ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ തിയേറ്റർ സെറ്റപ്പ് ഇവിടെയുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ആൾക്കാരൊക്കെ ഇരുന്ന് തുടങ്ങി. ഞങ്ങൾ അല്പം ലേറ്റായി എന്ന് തോന്നുന്നു. കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ടീയും സ്നാക്സും ഒക്കെ സെർവ് ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റ് തോന്നി.
കൾച്ചറൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ കോംപ്ലിമെൻ്ററി ഡിന്നറും ഉണ്ടായിരുന്നു. ട്രഡീഷണൽ രാജസ്ഥാനി ബുഫേ ആയിരുന്നു. ദാൽ ബാട്ടി, ചൂർമ, അങ്ങനെ കുറച്ച് രാജസ്ഥാനി ട്രഡീഷണൽ കുസീനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. പിറ്റേന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ ഞാൻ എഴുന്നേറ്റു. രാത്രിയിൽ എയർ കണ്ടീഷനിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല തണുപ്പാണ് മരുഭൂമിയിൽ. രാവിലെയാണ് സത്യത്തിൽ ഞാൻ ഇവിടമൊക്കെ ആകെ ഒന്ന് ചുറ്റി നടന്ന് കാണുന്നത്. ഇന്നലെ വന്ന ഉടനെ തന്നെ സഫാരിക്കും മറ്റും പോയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒന്ന് കറങ്ങി നടക്കാനൊന്നും സമയം കിട്ടിയില്ല. വൈകാതെ ഞങ്ങൾ ക്യാമ്പിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു മടങ്ങി. ഇനി കുൽദാര കൂടി കണ്ട് ജോധ്പൂരിലേക്കാണ് പോകുന്നത്. ഇതുവരെ ടിക്കറ്റൊന്നും കൺഫേം ആയിട്ടില്ല ജോധ്പൂരിലേക്ക്. വെയിറ്റിംഗ് ലിസ്റ്റ് 368 മറ്റോ ആണ്. പക്ഷേ രാജസ്ഥാൻ ആയതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. എത്ര വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും ടിക്കറ്റ് കൺഫേംഡ് ആവും. അതെന്താ അങ്ങനെ? നമ്മളുടെ നാട്ടിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 1ഉം 2ഉം പോലും കൺഫേംഡ് ആവാത്ത സാഹചര്യങ്ങളുണ്ട്. എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.